എല്ലാവർക്കും നമസ്കാരം. നമ്മളെല്ലാവരും ശബരിമലയെപ്പറ്റി കേട്ടിട്ടുണ്ടല്ലേ? ഓരോ വർഷവും ലക്ഷക്കണക്കിന് ഭക്തർ വളരെ കഠിനമായ വ്രതമെടുത്ത് ദർശനത്തിനെത്തുന്ന ഒരു പുണ്യസ്ഥലം. അപ്പോ എന്താണ് ഈ യാത്രയ്ക്ക് പിന്നിലെ ആ വലിയ കഥ? അവിടെ കുടികൊള്ളുന്ന അയ്യപ്പസ്വാമിയുടെ ഐതിഹ്യത്തിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. എന്തുകൊണ്ടാണ് ആളുകൾ ഇത്രയധികം കഷ്ടപ്പാടുകൾ സഹിക്കാൻ തയ്യാറാകുന്നത്? എന്തായിരിക്കും ഈ തീവ്രമായ ഭക്തിക്ക് പിന്നിൽ? ഇതിന്റെയൊക്കെ ഉത്തരം ഒളിഞ്ഞിരിക്കുന്നത് അയ്യപ്പന്റെ ജനനത്തെക്കുറിച്ചുള്ള ആ ഐതിഹ്യത്തിലാണ്. അപ്പോ ഈ യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്താണെന്ന് വെച്ചാൽ ഈ 41 ദിവസത്തെ വ്രതമാണ്. നമ്മൾ സാധാരണ ജീവിതത്തിൽ ചെയ്യുന്ന പല സുഖങ്ങളും ഉപേക്ഷിക്കും. ശരീരം മാത്രമല്ല, മനസ്സും ശുദ്ധീകരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഈ നിയമങ്ങളൊക്കെ എന്തിനാണ് ഇത്ര കർശനമായിരിക്കുന്നത് എന്നറിയണമെങ്കിൽ നമ്മൾ ഈ കഥയുടെ തുടക്കത്തിലേക്ക് തന്നെ പോകണം. അപ്പോ കഥ തുടങ്ങുന്നത് ദേവലോകത്ത് നിന്നാണ്. അവിടെ വലിയൊരു പ്രശ്നം, 3 ലോകങ്ങളെയും വിറപ്പിച്ചൊരു അസുരശക്തിയുള്ള ഭീഷണി. ആ ഭീഷണിയെ ഇല്ലാതാക്കാൻ ഒരു സാധാരണ ശക്തിക്ക് കഴിയില്ലായിരുന്നു. അതിനൊരു ദൈവീകമായ ഇടപെടൽ തന്നെ വേണ്ടിവന്നു. ആ അസുരയുടെ പേരായിരുന്നു മഹിഷി. വെറുമൊരസുരിയല്ല, തന്റെ സഹോദരനായ മഹിഷാസുരനെ വധിച്ച ദേവന്മാരോട് കടുത്ത പ്രതികാരദാഹവുമായി നടക്കുന്ന ഒരാള്. അതിനുവേണ്ടി അവൾ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് ഒരു വരം നേടി. ആ വരമെന്തായിരുന്നെന്നോ? 2 പുരുഷ ദൈവങ്ങൾക്ക്, അതായത് ശിവനും വിഷ്ണുവിനും ജനിക്കുന്ന ഒരു മകന് മാത്രമേ തന്നെ കൊല്ലാൻ കഴിയാവൂ എന്ന്. അവൾക്കറിയാമായിരുന്നു ഇത് നടക്കില്ലാന്ന്. 2 പുരുഷ ദൈവങ്ങൾക്ക് എങ്ങനെ ഒരു കുഞ്ഞുണ്ടാകാനാണ്, അല്ലേ? പക്ഷേ ദേവന്മാരുടെ കയ്യിൽ ഒരു വഴിയുണ്ടായിരുന്നു. മഹിഷിയുടെ ആ അസാധ്യമെന്ന് തോന്നുന്ന വരത്തെ മറികടക്കാൻ അവരൊരു അസാധാരണമായ ജനനത്തിന് തന്നെ വഴിയൊരുക്കി. അപ്പോ ദേവന്മാരെന്തു ചെയ്തു? നേരെ മഹാവിഷ്ണുവിന്റെ അടുത്തേക്ക് പോയി. പണ്ട് പാലാഴി കടഞ്ഞപ്പോ അസുരന്മാരെ പറ്റിക്കാൻ വിഷ്ണു ഒരു സുന്ദരിയായ സ്ത്രീയുടെ രൂപം സ്വീകരിച്ചിരുന്നു, മോഹിനി. ആ മോഹിനി രൂപം ഒരിക്കൽ കൂടി എടുക്കാൻ അവരാവശ്യപ്പെട്ടു. ശിവന്റെ ആഗ്രഹപ്രകാരം വിഷ്ണു വീണ്ടും മോഹിനിയായി. അങ്ങനെ ആ ഒരു ദിവ്യ സംഗമത്തിൽ നിന്നാണ് ഒരു കുഞ്ഞു ജനിക്കുന്നത്. അപ്പോ ഈ ജനനമാണ് ഏറ്റവും നിർണായകം. ആ കുഞ്ഞിനെ വിളിച്ച പേരാണ് ഹരിഹരപുത്രൻ. സിമ്പിളാണ്. ഹരി എന്ന് വെച്ചാൽ വിഷ്ണു, ഹരൻ എന്ന് വെച്ചാൽ ശിവൻ. അപ്പോ ഹരിഹരപുത്രൻ എന്ന് പറഞ്ഞാൽ വിഷ്ണുവിന്റെയും ശിവന്റെയും പുത്രൻ. രണ്ടുപേരുടെയും ശക്തിയും ചൈതന്യവും ഒത്തുചേർന്ന ഒരു ദിവ്യപുത്രൻ. ഓക്കെ, അപ്പൊ കുഞ്ഞ് ജനിച്ചു. ഇനി ഭൂമിയിൽ അയ്യപ്പന്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. പന്തളം രാജാവിന് ആ കുഞ്ഞിനെ കിട്ടുന്നതു മുതൽ കൊട്ടാരത്തിലെ ഗൂഢാലോചനയെ നേരിടുന്നത് വരെയുള്ള ആ ജീവിതം ശരിക്കും പരീക്ഷണങ്ങൾ നിറഞ്ഞതായിരുന്നു. അപ്പോ ഈ കുഞ്ഞിനെ പമ്പാനദിയുടെ തീരത്ത് വെച്ച് പന്തളം രാജാവിനെ കിട്ടുന്നു. അദ്ദേഹത്തിന് മക്കളില്ലായിരുന്നു. കഴുത്തിലൊരു മണിയുണ്ടായിരുന്നതുകൊണ്ട് രാജാവ് അവന് മണികണ്ഠൻ എന്നു പേരിട്ടു. മണികണ്ഠൻ മിടുക്കനായിരുന്നു. എല്ലാ വിദ്യകളും പെട്ടെന്ന് പഠിച്ചു. പക്ഷേ കൊട്ടാരത്തിൽ ചില പ്രശ്നങ്ങളുണ്ടായി. മന്ത്രിയും രാജ്ഞിയും ചേർന്ന് ഒരു ഗൂഢാലോചന നടത്തി. അതിന്റെ ഭാഗമായിട്ടാണ് പുലിപ്പാല് കൊണ്ടുവരാൻ മണികണ്ഠനെ കാട്ടിലേക്ക് അയക്കുന്നത്. ഈ കാട്ടിലേക്കുള്ള യാത്ര വെറുമൊരു യാത്രയായിരുന്നില്ല. അവിടെ വെച്ചാണ് മണികണ്ഠന്റെ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം, ആ അവതാരോദ്ദേശം തന്നെ പൂർത്തിയാകുന്നത്. അഴുതാനദിയുടെ തീരത്ത് വെച്ചാണ് ആ നിർണായകമായ ഏറ്റുമുട്ടൽ നടക്കുന്നത്. അവിടെ വെച്ച് മണികണ്ഠൻ മഹിഷിയെ നേരിട്ടു. ഓർക്കണം, ഇത് വെറുമൊരു കുട്ടിയല്ല, ഹരിയുടെയും ഹരന്റെയും ശക്തി ഒന്നിച്ചതാണ്. ആ ഘോരമായ യുദ്ധത്തിനൊടുവിൽ മണികണ്ഠൻ മഹിഷിയെ വധിച്ച് ദേവലോകത്തെ രക്ഷിച്ചു. ഒന്നാലോചിച്ചു നോക്കൂ, കാട്ടിൽ പോയ കുട്ടി മരിച്ചു കാണുമെന്ന് കരുതിയിരുന്നവർ കാണുന്നതെന്താണ്? ഒരു പെൺപുലിയുടെ പുറത്ത് ഒരു പറ്റം പുലികളുമായി രാജകീയമായി വരുന്ന മണികണ്ഠനെയാണ്. ആ ഒറ്റ കാഴ്ച മതിയായിരുന്നു എല്ലാവർക്കും കാര്യം മനസ്സിലാകാൻ. ഇത് സാധാരണ കുട്ടിയല്ല, ഒരു അവതാരമാണെന്ന്. അതോടെ മണികണ്ഠൻ പറഞ്ഞു, എന്റെ ഈ ഭൂമിയിലെ ദൗത്യം കഴിഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഒരു അമ്പെയ്തു. ആ അമ്പ് ചെന്നു വീണത് ഒരു മലമുകളിലാണ്. ശബരി എന്നൊരു താപസി തപസ്സു ചെയ്തിരുന്ന സ്ഥലം. ആ സ്ഥലമാണ് പിന്നീട് ശബരിമല എന്ന പേരിൽ അറിയപ്പെട്ടത്. അപ്പൊ നോക്കൂ, അദ്ദേഹത്തിന്റെ ഭൗതികമായ ദൗത്യം അവിടെ തീർന്നു. പക്ഷേ യഥാർത്ഥ ദൗത്യം, അതായത് ഭക്തരെ നയിക്കുക എന്ന ദൗത്യം അവിടെ തുടങ്ങുകയായിരുന്നു. അപ്പോ നമ്മൾ ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് തിരിച്ചുവരാം. ഈ കഠിനമായ വ്രതവും ആചാരങ്ങളുമൊക്കെ എവിടെ നിന്നും വന്നു? ഇതിന്റെയെല്ലാം രൂപകൽപ്പന അയ്യപ്പൻ തന്നെ ചെയ്തതാണ്. അപ്പോ അതിനു പിന്നിലെന്താണ്? എന്തുകൊണ്ടാണ് അതൊക്കെ ഇത്ര പ്രധാനപ്പെട്ടതാകുന്നത്? എന്തായി 41 ദിവസത്തിന് ഇത്ര പ്രത്യേകത? പല പുരാതന ശാസ്ത്രങ്ങളിലും, പ്രത്യേകിച്ച് യോഗശാസ്ത്രത്തിലൊക്കെ 41 ദിവസത്തെ ഒരു മണ്ഡലകാലമെന്ന് പറയും.
നമ്മളൊരു പുതിയ കാര്യം തുടർച്ചയായി 41 ദിവസം ചെയ്താൽ അത് നമ്മുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും ഭാഗമായി മാറുമെന്നാണ് വിശ്വാസം. ആ ഒരു മാറ്റത്തിനാണ് ഈ സമയം. തീർത്ഥാടനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇരുമുടിക്കെട്ട്. അതിനുള്ളിലെ നെയ്ത്തേങ്ങ. അതിന്റെ സിംബോളിസം ഭയങ്കര ഡീപ്പാണ്. നമുക്ക് നോക്കാം. ആ തേങ്ങയില്ലേ, അത് നമ്മുടെ ഈ ശരീരമാണ്. അതിനകത്തുള്ള വെള്ളം, അത് നമ്മുടെ ആഗ്രഹങ്ങളാണ്. അപ്പൊ ആദ്യം ചെയ്യുന്നതെന്താ? ആ വെള്ളം മുഴുവൻ ഒഴിച്ചു കളയും. അതായത് നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളെ ഉപേക്ഷിക്കുന്നു. എന്നിട്ട് അതിലേക്ക് ശുദ്ധമായ നെയ്യ് നിറയ്ക്കും. ഈ നെയ്യാണ് നമ്മുടെ ശുദ്ധീകരിക്കപ്പെട്ട ആത്മാവ്. അവസാനം ഈ നെയ്യ് ഭഗവാൻ അഭിഷേകം ചെയ്യുമ്പോൾ നമ്മുടെ ആത്മാവ്, അതായത് ജീവാത്മാവ്, ആ പരമാത്മാവിൽ ലയിച്ചു ചേരുന്നു. ഇതാണ് അതിന്റെ സങ്കല്പം. അതുപോലെയാണ് സന്നിധാനത്തിലെ 18-ാം പടിയും. വെറുതെ 18 പടികൾ കയറിപ്പോവുക എന്നല്ല, അതൊരു ആത്മീയമായ കയറ്റമാണ്. ഓരോ പടി ചവിട്ടുമ്പോഴും നമ്മൾ നമ്മുടെ ഓരോ ലൗകിക ബന്ധനങ്ങളെയാണ് മറികടക്കുന്നത്. ഈ സ്ലൈഡിൽ കാണുന്ന പോലെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ, 8 തരം വികാരങ്ങൾ, 3 ഗുണങ്ങൾ, അവസാനം അറിവും അറിവില്ലായ്മയും, ഇതെല്ലാം കടന്നു ചെന്നാണ് ഒരു ഭക്തൻ അയ്യപ്പന്റെ മുന്നിലെത്തുന്നത്. അപ്പൊ കണ്ടില്ലേ, ഈ കഥയും ഈ നിയമങ്ങളും ഈ ആചാരങ്ങളും എല്ലാം കൂടിച്ചേരുമ്പോൾ എന്തായി? അതൊരു കംപ്ലീറ്റ് സിസ്റ്റമായി മാറി. ഒരു ആത്മീയ പരിവർത്തനത്തിനുള്ള ഒരു സിസ്റ്റം. ചുരുക്കത്തിൽ ശബരിമല തീർത്ഥാടനം എന്ന് പറയുന്നത് ഒരു ക്ഷേത്രത്തിലേക്കുള്ള വെറുമൊരു യാത്രയല്ല, മറിച്ച് ശരീരം ശുദ്ധീകരിച്ച് മനസ്സിലെ ആഗ്രഹങ്ങളെ ഒഴിവാക്കി നമ്മുടെ ഏറ്റവും ശുദ്ധമായ രൂപത്തെ ഭഗവാന് സമർപ്പിക്കാൻ വേണ്ടി അയ്യപ്പൻ തന്നെ ഒരുക്കിത്തന്ന ഒരു വഴിയാണ്, ഒരു സമ്പൂർണമായ പരിവർത്തനത്തിന്റെ പാത. അപ്പോ ഈ ഒരു ചിന്തയോടെ നമുക്ക് നിർത്താം. ഈ കഥയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു ഉയർന്ന അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടി 41 ദിവസത്തേക്ക് ഏതെങ്കിലും ഒരു ശീലം അല്ലെങ്കിൽ ഒരു ആസക്തി ഉപേക്ഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അതെന്തായിരിക്കും? ഒന്ന് ആലോചിച്ചു നോക്കൂ. സ്വാമി ശരണം.